ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് വചനഭാഗം. ഈ വചനഭാഗത്തില് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ തൻ്റെ പക്കലേക്ക് വിളിക്കുക. ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അവർ ഒരിക്കലും മനുഷ്യന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ വിളി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. മറിച്ച് അത് ദൈവം തൻ്റെ ഇഷ്ടത്തോടുകൂടി വിളിക്കുന്നവരാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാവും. ദൈവം വിളിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇഷ്ടമുള്ളവരെ വിളിക്കുമ്പോൾ അവരെന്താ ചെയ്തത്? അവര് ഈശോയുടെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു വരുവാനായിട്ട് തയ്യാറായി. അവർ ഈശോയുടെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു വരുമ്പോഴാണ് ആ വിളി പൂർണ്ണമായിട്ട് തീരുന്നത്. നമ്മളും ക്രൈസ്തവരല്ലേ, നമ്മളെയും ദൈവം വിളിക്കുന്നുണ്ട്. ഇഷ്ടത്തോടുകൂടി എൻ്റെ ദൈവം എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് ഞാൻ എപ്രകാരമാണ് പ്രത്യുത്തരം നൽകുന്നത്? എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രത്യുത്തരം ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ ആ ദൈവവിളി ഒരിക്കലും പൂർണ്ണമായിട്ട് മാറുകയില്ല. ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ ഈശോ എന്നെ തൻ്റെ പക്കലേക്ക് വിളിക്കുമ്പോൾ ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ജീവിക്കാനായിട്ട് സന്തോഷത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടല്ലേ, എന്തിനു വേണ്ടിയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്? തന്നോട് കൂടെയായിരിക്കുക, കൂടെ ഇരുന്ന് അവനെ അനുഭവിച്ച് അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരോട് അത് പ്രഘോഷിക്കാനായിട്ട്. ഓരോ ക്രൈസ്തവനും ലഭിക്കുന്ന വിളിയും ഇത് തന്നെയാണ്. ഈശോയുടെ കൂടെ നീ ഇരിക്കുക, ഈശോയുടെ കൂടെ ഇരുന്ന് അവന്റെ പാദാന്തികത്തിൽ ഇരുന്ന് അവന്റെ വചനം കേട്ട് അവനെ അനുഭവിച്ച് അറിയാനായിട്ട് നിനക്ക് സാധിക്കണം. മറിയം ചെയ്തത് അത് തന്നെയല്ലേ? ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവന്റെ വചനം കേട്ടു, അവനെ അനുഭവിച്ച് അറിയാനായിട്ട് തയ്യാറായി. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? മർത്തായെ പോലെ പല കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തരായിട്ട് നെട്ടോട്ടം ഓടുകയാ. തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ടോ അവനെ കൂടെയായിരുന്നു കൊണ്ട് അവനെ അനുഭവിച്ചറിയുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഈശോയെ ഞാൻ പകർന്നു കൊടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തില് ഈശോയെ അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കണം. എൻ്റെ ഉള്ളിലുള്ള ഒന്ന് മാത്രമേ മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉള്ളിൽ ഒന്നുമില്ല എങ്കിൽ എങ്ങനെയാണ് ആ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക? സ്നേഹമുള്ളവർ, അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കെ, എൻ്റെ കൂടെയായിരുന്ന് എൻ്റെ വചനം കേട്ട് എന്നെ നിങ്ങൾ അനുഭവിച്ചറിയേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തിന്റെ ഈ വിളി സ്വീകരിക്കാം. ഒരു ഉത്തമ ക്രൈസ്തവനായി സന്തോഷത്തോടുകൂടി ദൈവം ഇഷ്ടത്തോടുകൂടി നമ്മളെ വിളിക്കുന്ന ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുവാനായിട്ട് അവന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവന്റെ ചാരയിരുന്ന് അവന്റെ വചനം കേട്ട് അവനെ അനുഭവിച്ചറിഞ്ഞ് ആ മിശിഹായെ മറ്റുള്ളവർക്ക് നമ്മുടെ ജോലി മേഖലകളിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും സന്തോഷത്തോടുകൂടി പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.